ജോയ് അശോകപുരം സെൻറ്റ് സെബാസ്റ്റ്യൻസ് പള്ളിയിൽ നിന്ന് വരുന്നു. ആദ്യമായി ഈ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി എന്നെ ഉയർത്തിയതിന് അമ്മയ്ക്കും ഈശോയ്ക്കും ഒരായിരം നന്ദി അർപ്പിക്കുന്നു. ഞാനൊരു BCom പാസ്സായ ഒരു ആളാണ്. 2005 പാസ് ഔട്ടായത്. അതിനുശേഷം 2007 തൊട്ട് ഞാൻ ജർമ്മനിക്ക് പോകാനായിട്ട് പരിശ്രമിച്ചു. അങ്ങനെ ജർമ്മൻ ലാംഗ്വേജ് A1 A2 എല്ലാം പഠിച്ചായിരുന്നു. അത് കഴിഞ്ഞിട്ട് സ്റ്റുഡൻറ്റ് വിസയിലൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട് പരിശ്രമിച്ച് അതെല്ലാം നടക്കാതെ വന്നു. അങ്ങനെ ഞാൻ ഉപേക്ഷിച്ചു. ഇനി ജർമ്മനിക്കൊന്നും പോകാൻ കിട്ടില്ല എന്ന് വിചാരിച്ച് അതെല്ലാം ഉപേക്ഷിച്ച് അങ്ങനെ കല്യാണം എല്ലാം കഴിഞ്ഞ് 2013 കല്യാണമൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഈ കാര്യം ഞാൻ പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ച് കിടക്കുകയായിരുന്നു. അതിനുശേഷം 2020 ആയപ്പോൾ വീണ്ടും എനിക്ക് ജർമ്മനിക്ക് പോകാം. B1 ലാംഗ്വേജ് പഠിച്ചു കഴിഞ്ഞാൽ അവിടെ ഹൗസ് ബിൽഡിങ് ഇതുപോലെ തന്നെ സ്റ്റുഡൻറ്റ് വിസയ്ക്ക് പോകാം. അങ്ങനെ ഞാൻ B1 അത് പഠിക്കാനായിട്ട് ഓൺലൈൻ ക്ലാസ്സിൽ ഞാൻ ചേർന്നു. അങ്ങനെ ഓൺലൈൻ ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്ത് അതെല്ലാം കഴിഞ്ഞ് എക്സാമൊക്കെ എഴുതാനായിട്ട് ഡേറ്റൊക്കെ എടുത്ത് പരീക്ഷ എഴുതാനായിട്ടൊക്കെ പോയി. അപ്പോൾ അന്നൊന്നും അങ്ങനെ എക്സാം എഴുതാൻ പോയപ്പോൾ ആദ്യത്തെ തവണ എഴുതിയപ്പോൾ എനിക്ക് ഒരു മോഡ്യൂൾ മാത്രമേ എനിക്ക് കിട്ടിയിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ എക്സാം എഴുതി. അങ്ങനെ 2-3 പ്രാവശ്യം എക്സാം എഴുതി. എനിക്ക് എന്ത് ചെയ്താൽ പിന്നെയുള്ള മോഡ്യൂൾസുകളൊന്നും എനിക്ക് കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ ഈ കൃപാസനത്തെക്കുറിച്ച് അറിഞ്ഞിരുന്നു. അങ്ങനെ ഈ A1 A2 ഒക്കെ പഠിക്കുന്ന സമയത്ത് ഞാൻ അറിഞ്ഞിരുന്നതാണ് ഈ കൃപാസനത്തിനെ കുറിച്ചൊക്കെ. അപ്പോൾ അന്നൊക്കെ ഞാൻ അത്ര സീരിയസ് ആക്കിയൊന്നും എടുത്തില്ല. എല്ലായിടത്തും മാതാവുണ്ടല്ലോ അങ്ങനെയുള്ള ചിന്തയിലായിരുന്നു. അത് കഴിഞ്ഞ് ഈ B1 ഈ എക്സാമൊക്കെ ഇങ്ങനെ 2-3 പ്രാവശ്യം തോറ്റു കഴിഞ്ഞ് വീണ്ടും ഈ കൃപാസന മാതാവിനെ കുറിച്ചൊക്കെ അറിഞ്ഞ് കയ്യിൽ പത്രവും ഇതൊക്കെ കിട്ടിയപ്പോൾ വീണ്ടും എനിക്കപ്പോൾ എൻ്റെ ഉള്ളിൽ നിന്ന് ഒരു വിളി തോന്നി, എന്താണെങ്കിലും ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാം, അപ്പോൾ അത് കഴിയുമ്പോൾ എല്ലാം ശരിയാവും. അങ്ങനെ ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തു. 2023 ജനുവരിയിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തതിന് ശേഷം പിന്നെ ഞാൻ ഡേറ്റ് എടുത്ത് B1 ബാക്കി മോഡ്യൂൾസ് എഴുതാൻ വേണ്ടി ഡേറ്റൊക്കെ എടുത്ത് പ്രാർത്ഥിച്ച് ഞാൻ എക്സാമിന് പോവുകയാണ്. അങ്ങനെ ഉടമ്പടി നേർച്ച വസ്തുക്കളും കയ്യിൽ തൈലവും ഉണ്ട്, ഉപ്പും ഉണ്ട്. ഇതെല്ലാം വെച്ച് ഉടമ്പടി കാശ് രൂപമൊക്കെ കൈ പിടിച്ച് ഞാൻ എക്സാം എഴുതി. അപ്പോൾ എനിക്ക് 2 മോഡ്യൂൾ കിട്ടി. എക്സാം പാസ്സായി. അതിലമ്മ ഒരുപാട് എന്നെ സഹായിച്ചു. ആ ഹ്യോറൻ മോഡ്യൂളായിരുന്നു രണ്ടാമത് എനിക്ക് കിട്ടാനുണ്ടായിരുന്നത്. ഹ്യോറനും ലേസനും ഷ്രൈബനും ആയിരുന്നു കിട്ടാനുള്ളത്. അപ്പോൾ ഹ്യോറൻ ഭയങ്കര ടഫായിരുന്നു. പക്ഷേ ഈ മാതാവാണ് എനിക്ക് എല്ലാ ഉത്തരങ്ങളും എനിക്ക് പറഞ്ഞു തന്നുകൊണ്ടിരുന്നത്. കാരണം ഞാൻ കേട്ടതെല്ലാം വേറെ ഇതായിരുന്നു. പക്ഷെ ഞാൻ എഴുതാൻ ഇരുന്ന ഉത്തരം അത് മാറ്റി വേറെ എന്നെ കൊണ്ട് ഉത്തരം എഴുതിപ്പിച്ച് അങ്ങനെയാണ് ആ മോഡ്യൂൾ ഞാൻ പാസ്സായത്. അങ്ങനെ അത് എനിക്ക് നല്ല മാർക്കോടുകൂടി അത് ഞാൻ പാസ്സായി കിട്ടി. പിന്നീട് എനിക്ക് ലേസനും ഇതാണ് കിട്ടാനുള്ളത്. അങ്ങനെ ഹ്യോറിനും ഷ്രൈബിനും ആ മോഡ്യൂളിൽ കിട്ടി. പിന്നെ ലേസൺ മോഡ്യൂളാണ് എനിക്ക് പിന്നെ കിട്ടാനുണ്ടായിരുന്നത്. അതും ഇതുപോലെ തന്നെ എഴുതിയിട്ട് കിട്ടുന്നില്ല. അങ്ങനെ വീണ്ടും ഞാൻ എന്നിട്ട് ഉടമ്പടി പുതുക്കേണ്ട ഡേറ്റ് ആയി. അങ്ങനെ ഉടമ്പടി പുതുക്കി വീണ്ടും ലേസൺ മോഡ്യൂൾ ഞാൻ എഴുതാൻ പോകുന്നത് തിരുവനന്തപുരത്താണ്. അതുവരെ കൊച്ചിയിലാണ് എഴുതിക്കൊണ്ടിരുന്നത്. അങ്ങനെ തിരുവനന്തപുരത്ത് സെൻറ്റർ എടുത്ത് അവിടേക്ക് എഴുതാൻ പോയി. അവിടെ എഴുതാൻ പോയപ്പോഴും ഞാൻ ഒറ്റയ്ക്കാണ് പോയിരുന്നത്. അപ്പോൾ ഈ ഉടമ്പടി നേർച്ച വസ്തുക്കൾ എൻ്റെ കയ്യിലുണ്ട്. അങ്ങനെ ഇതെല്ലാം വെച്ച് ഞാൻ പ്രാർത്ഥിച്ച് റൂമിൽ പ്രാർത്ഥിച്ചൊക്കെ ഇരിക്കണു. അങ്ങനെ പ്രാർത്ഥിച്ച് ഇതെല്ലാം കഴിഞ്ഞ് കിടന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ആ റൂമിൻ്റെ ഫാനിൽ നിന്ന് ഒരു തൈലം ഇങ്ങനെ എണ്ണ ഫാനിൽ നിന്ന് ചാടുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഫാനിൽ നിന്ന് വല്ലതും കംപ്ലൈൻ്റ് ആയിരിക്കും. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അതിൽ നല്ല മണവും വരുന്നുണ്ട്. അപ്പോൾ ഈ മാതാവിനോട് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചിരിക്കുകയാണ്. എനിക്ക് എക്സാം ആണെങ്കിൽ ജയിക്കുമല്ലോ എന്നുള്ള ടെൻഷൻ ഇതെല്ലാം വെച്ച് പ്രാർത്ഥിച്ച് അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ ആ മണം ഇതെല്ലാം കിട്ടി ഞാൻ ഉറങ്ങി. അപ്പോൾ രാവിലെ എണീക്കണത് ഞാൻ ഒരു വചനം കേട്ടോണ്ടാണ് എണീക്കണത്.
ഞാൻ തന്നെ നിൻ്റെ കൂടെ വരികയും നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. അത് പുറപ്പാട് 33:14 ആ വചനമാണ് കേട്ടാണ് ഞാൻ എണീക്കുന്നത് രാവിലെ. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് അമ്മ എൻ്റെ അടുത്ത് വന്ന് പറയണയാണ്, അമ്മ തന്നെ ഇന്ന് എൻ്റെ കൂടെ വരും, ഞാൻ ഇനി ഒന്നും പേടിക്കണ്ട, എക്സാം എന്താണെങ്കിലും ഞാൻ പാസ്സാവും. അങ്ങനെ ആ ഒരു ധൈര്യത്തോടു കൂടി ഈ വചനത്തിൻ്റെ ശക്തിയിൽ ഞാൻ പോയി എക്സാം എഴുതി. അപ്പോൾ എനിക്ക് സാധാരണ എഴുതണ പോലെ തന്നെയാണ് എനിക്ക് വായിച്ചിട്ട് മനസ്സിലാവുന്നില്ല. അപ്പോൾ എന്നാലും ഞാൻ എൻ്റെ മനസ്സും കൊണ്ട് ഞാൻ പറഞ്ഞു, ഞാൻ ഈ തവണ ജയിക്കും, എന്താണെങ്കിലും ഈ വചനത്തിലൂടെ ഉറപ്പ് തന്നിട്ടുണ്ടല്ലോ, അപ്പോൾ മാതാവ് കൂടെ ഉണ്ട്, അപ്പോൾ ഇനി ഒന്നും പേടിക്കണ്ട, അങ്ങനെ കിട്ടും. അങ്ങനെ ഞാൻ ആ ധൈര്യത്തിൽ വീട്ടിലേക്കും പോന്നു. അപ്പോൾ എക്സാം റിസൾട്ട് വന്നപ്പോൾ ഞാൻ പാസ്സായിട്ടുണ്ട്. അപ്പോൾ വീണ്ടും ഞാൻ ഇനി ഈ വിസയുടെ പ്രോസസ്സിങ്ങിനും എല്ലാം ഞാൻ വെച്ചു, ഈ സ്റ്റുഡൻറ്റ് വിസയ്ക്ക് തന്നെയായിട്ട് അങ്ങനെ വെച്ച്. അപ്പോൾ ഇത്രയും ഏജൊക്കെ ആയതുകൊണ്ട് കിട്ടില്ല എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്, എന്നാലും വെച്ച് നോക്കാൻ കിട്ടും എന്നൊക്കെ ഉള്ളതിൽ അങ്ങനെ കൊടുത്തു. പ്രോസസ്സിങ് എല്ലാം വേഗം നടന്നു. ഇൻ്റർവ്യൂവും അതുപോലെ ടഫായിട്ടുള്ള ഇൻ്റർവ്യൂകളെല്ലാം എനിക്ക് എല്ലാം പാസ്സാക്കി തന്നു, എല്ലാം കിട്ടി. മാതാവിൻ്റെ ഈ ഉടുമ്പടി തൈലം വെച്ചാണ് ഞാൻ ഇൻ്റർവ്യൂവിലെല്ലാം അറ്റൻഡ് ചെയ്തത്, അത് നെറ്റ് വഴി. അപ്പോൾ അങ്ങനെ ആ ഇൻ്റർവ്യൂകൾ 2 ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു, 2 ഇൻ്റർവ്യൂ ഒക്കെ പാസ്സായി. അത് കഴിഞ്ഞ് വിസയ്ക്ക് അപ്ലൈ ചെയ്തു. അപ്പം എൻ്റെ മനസ്സിലുണ്ട് എല്ലാം കിട്ടും, എല്ലാം ശരിയാവും, ഇനി ഒന്നും പേടിക്കണ്ടെന്നൊക്കെ. പക്ഷേ ആ വിസയ്ക്ക് അപ്ലൈ ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ വിസ ഇതെൻ്റെ ലെറ്റർ വേഗം വന്നു. കാരണം ഇത് റിജക്ഷനായിട്ട് ഒരു ലെറ്ററാണ് എനിക്ക് കിട്ടിയത് വിസയ്ക്ക് അപ്ലൈ ചെയ്തിട്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് എനിക്കിനി കിട്ടില്ല, ഇനി ഈ എൻ്റെ ഒരു ഏജ് വെച്ചുകൊണ്ട് ഇനി ഇതൊന്നും ശരിയാവില്ല, ഇനി ഒരിക്കലും ഒന്നും നടക്കില്ല. അപ്പോൾ ഇതെല്ലാം ഇനി പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കാം, ഇനി ജർമ്മനിക്കൊന്നും നോക്കണ്ട എന്നുള്ള ഇതിൽ ഞാൻ വീണ്ടും അത് ഉപേക്ഷിച്ചൊക്കെ ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങിയപ്പോൾ വീണ്ടും ഇങ്ങനെ ഇനി എന്താ ഇനി ചെയ്യുക, ഇനി ഇതും കൊണ്ട് എന്താ ഇനി ഒന്നുമില്ലല്ലോ എന്നുള്ളതൊക്കെ ഓർത്തിരിക്കുമ്പോൾ വീണ്ടും എനിക്കൊരു ഇത് വരുന്നു, ജർമ്മനിക്ക് തന്നെ വീണ്ടും ഓപ്പർച്യൂണിറ്റി കാർഡ് വഴി ജർമ്മനിക്ക് പോകാം. അതായത് അവിടെ നമ്മുടെ ഡിഗ്രി മാർക്കും ഇതിൻ്റെയൊക്കെ ബേസിലും ലാംഗ്വേജിൻ്റെ ബേസിലും അതൊക്കെ വെച്ചുകൊണ്ട് അങ്ങനെ പോകാൻ ഒരു ചാൻസ് ഉണ്ട്. അത് പുതിയതായിട്ട് അവിടെ ഈ സെപ്റ്റംബർ അങ്ങനെ ഓഗസ്റ്റ് സെപ്റ്റംബർ ആ കാലയളവിലാണ് തുടങ്ങിയത്. അപ്പോൾ അതങ്ങനെ ഉണ്ട്, അങ്ങനെ അപ്ലൈ ചെയ്യാമെന്നുള്ള ഒരു ഇത് ബ്രദർ എന്നോട് പറഞ്ഞു. അങ്ങനെ അത് അപ്പോൾ എന്തെങ്കിലും ഒരു വഴി കാട്ടിത്തരണേന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന് അത് സെപ്റ്റംബർ 8-ാം തീയതി തന്നെ മാതാവ് എനിക്ക് ഈ ഇങ്ങനെ ഒരു ചാൻസ് ഉണ്ട്, ഇതെനിക്ക് കാട്ടിത്തന്നു. അപ്പോൾ ഞാനിങ്ങനെ ഒരുപാട് കരഞ്ഞ് പ്രാർത്ഥിക്കുകയായിരുന്നു. അപ്പോൾ മാതാവ് അന്നും എനിക്കൊരു വചനം ഇങ്ങനെ പറഞ്ഞ് കാട്ടിത്തന്നു. പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്തൊരു പ്രവൃത്തി ആ നാളുകളിൽ നിങ്ങളുടെ ഇടയിൽ ഞാൻ ചെയ്യുമെന്നും പറഞ്ഞു. അപ്പോൾ അത് ഈ ഒരു പ്രവൃത്തി വഴിയായിരുന്നു. ഇങ്ങനെ ഒരു ഇത് ആദ്യമായിട്ട് അവിടെ തുടങ്ങുന്നു. അപ്പോൾ എനിക്ക് വേണ്ടിയായിട്ട് മാതാവ് ഒരുക്കി തന്നതാണ്. അത് ഹബക്കൂക്ക് 1:5 വചനമാണ്. ആ വചനം അത് കഴിഞ്ഞിട്ട് ആ ഒരു ധൈര്യത്തിൽ അപ്പോൾ എനിക്ക് മനസ്സിലായി വീണ്ടും എനിക്ക് അവസരമുണ്ട്, എനിക്ക് കിട്ടും, അമ്മ എനിക്ക് ഒരുക്കി തരുമെന്നുള്ള വിശ്വാസമായി. അങ്ങനെ വീണ്ടും ഒക്ടോബർ 4 അപ്പോൾ ഓഗസ്റ്റിൽ ഞാൻ എൻ്റെ ഉടമ്പടി 3ാമത്തെ പുതുക്കൽ ഞാൻ ഇവിടെ വന്ന് പുതുക്കി. അതിന് ശേഷമാണ് ഈ ഓപ്പർച്യൂണിറ്റി കാർഡ് വിസയുടെ ഇതിലെനിക്ക് ഇത് ഇങ്ങനെ ഓഫറൊക്കെ വരുന്നത്. അതിന് അപ്ലൈ ചെയ്യണു. ഒക്ടോബർ 4 ഞാൻ വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നു. അങ്ങനെ വെറും 10 ദിവസം കൊണ്ട് ആ വിസയ്ക്ക് അപ്ലൈ ചെയ്ത് വിസയും അടിച്ചു കിട്ടി. 10 ദിവസം കൊണ്ട് വിസ അടിച്ചു കിട്ടി. അങ്ങനെ ആ വിസ അടിച്ച് കിട്ടുന്ന ദിവസം ഒക്ടോബർ 14 വീട്ടിൽ കൊന്ത നടക്കുന്ന ദിവസമായിരുന്നു. അന്ന് എന്നെ മാതാവ് ആ ഇതും എനിക്ക് തന്നു. അങ്ങനെ ഇവിടെ വന്ന് ഒക്ടോബർ 26 ജപമാല റാലിയിൽ പങ്കെടുക്കാൻ സാധിച്ചു. അതിന് ശേഷം എനിക്ക് നവംബർ 8 എനിക്ക് ടിക്കറ്റും കിട്ടിയിരിക്കുകയാണ്, ജർമ്മനിക്ക് ഞാൻ പോവുകയാണ്. അപ്പോൾ ഇതെല്ലാം മാതാവ് എനിക്ക് എന്നെ എങ്ങും ഇത്രയും നാളും കഷ്ടപ്പെട്ട് ഉപേക്ഷിച്ച് കിടന്ന കാര്യങ്ങളെല്ലാം മാതാവ് വീണ്ടും വീണ്ടും ഒരുക്കി കൊണ്ടേ തന്നു. 17 വർഷമായി ഞാൻ ഈ ജർമ്മനിക്ക് വേണ്ടി അപ്ലൈ ചെയ്ത് ഇങ്ങനെ
അപേക്ഷിച്ചൊക്കെ നടക്കണം. അപ്പോൾ അത് മാതാവ് അത് എനിക്ക് അതെല്ലാം ശരിയാക്കി തന്നു. ഞാൻ ഒരുപാട് ബൈബിൾ വായനയും ഇതെല്ലാം ആത്മീയമായിട്ട് ഒരുപാട് എൻ്റെ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ഒരുപാട് ഉയർന്നു. ബൈബിൾ വായിക്കാനും അരമണിക്കൂർ കൂടുതൽ ബൈബിൾ വായിക്കും. അപ്പോൾ ബൈബിൾ വായിക്കണ ഒരു ദിവസം എനിക്ക് എന്നെ തന്നെ ഒന്ന് വിശദീകരിക്കാനായിട്ട് ദൈവം ഒരു അവസരം തന്നു. ഞാൻ 2005 ഈ എൻ്റെ ഡിഗ്രി കാലയളവിന് ശേഷം ഞാൻ സ്വന്തം ഇഷ്ടപ്രകാരം ഞാൻ സ്റ്റഡ് കുത്തിയിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരം ആയിരുന്നു ഞാൻ കുത്തിയിട്ടത്. അത് കഴിഞ്ഞ് പിന്നെ ഈ ബൈബിളൊക്കെ വായിച്ച് ഇങ്ങനെ ഇരിക്കുന്ന ഈ അടുത്ത ദിവസങ്ങളിൽ എനിക്ക് എന്നോട് തന്നെ ഈശോ എന്നോട് സംസാരിച്ചു, ഇത് നിൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്ത ഇത് നീ ആയിട്ട് തന്നെ അത് ഉപേക്ഷിക്കുക. അങ്ങനെ എൻ്റെ മനസ്സിൽ നിന്ന് ഇങ്ങനെ എന്നോട് പറഞ്ഞു. അങ്ങനെ ഞാനത് സ്വന്തമായിട്ട് എൻ്റെ ഇഷ്ടപ്രകാരം ഇപ്പം ഞാനത് ഊരിക്കളഞ്ഞു. അപ്പോൾ എനിക്ക് എന്നെ തന്നെ മനസ്സിലായി, നമുക്ക് നമ്മുടെ ഇഷ്ടപ്രകാരം മാത്രം ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഈശോയും മാതാവും നമ്മുടെ കൂടെ ഉള്ളപ്പോൾ നമ്മുടെ ഇഷ്ടപ്രകാരമുള്ളൊരു ജീവിതമൊന്നും നയിക്കാൻ പറ്റില്ല എന്ന് ഞാൻ പൂർണ്ണമായി മനസ്സിലാക്കി. കാരുണ്യ പ്രവർത്തികളും പ്രേക്ഷിത പ്രവർത്തനവും ഞാൻ ചെയ്തിരുന്നത്, ഞാൻ ഇവിടുത്തെ ഈ പത്രം കൊടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ഇവിടുന്ന് ഈ മാതാവിൻ്റെ കാശ് രൂപം എല്ലാവർക്കും കൊടുക്കാനായിട്ട് ഞാൻ അതും മേടിച്ച് പത്രത്തോടൊപ്പം കാശ് രൂപവും ഉടമ്പടി പ്രാർത്ഥനയും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയൊക്കെ ഞാൻ എൻ്റെ പേപ്പറിൽ ഞാൻ എഴുതി അവർക്ക് അതിനോടൊപ്പമായിരുന്നു ഇത് കൊടുത്തുകൊണ്ടിരുന്നത്. രോഗികളെ കണ്ട് അവർക്ക് രോഗികളെയൊക്കെ പോയി കണ്ട് അവർക്ക് സഹായം, അവർക്ക് പൈസയും കൊടുത്ത് ഈ ഉടമ്പടി പത്രവും കാശ് രൂപവും പ്രാർത്ഥനയും കൊടുത്താണ് ചെയ്തിരുന്നത്. അങ്ങനെ ആത്മീയമായും ഒരുപാട് വളർന്നു. അങ്ങനെ ജപമാലയും അരമണിക്കൂർ എല്ലാ ദിവസവും കൂടുതൽ സമയം ജപമാല ചൊല്ലാനായിട്ട് ഞാനിപ്പോൾ പഠിച്ചു. കുടുംബ പ്രാർത്ഥനയിൽ ചെല്ലുന്ന ഇത് കൂടാതെ എന്നെ വ്യക്തിപരമായിട്ട് ഒരുപാട് ജപമാല ചൊല്ലാൻ പഠിച്ചു. അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ എന്നിൽ തന്നെ മാറി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേറെ അനുഗ്രഹങ്ങൾ എനിക്ക്, ഞാൻ ഉപേക്ഷിച്ചിട്ടൊരു കാര്യങ്ങൾ വീണ്ടും വീണ്ടും അമ്മ എന്നെ സഹായിച്ച് ഇവിടം വരെ എത്തിച്ച് ഈ നവംബർ 8-ാം തീയതി പോകാനും എനിക്ക് സഹായിച്ച അമ്മയ്ക്ക് 1000 നന്ദി. ഈശോയ്ക്കും അമ്മയ്ക്കും 1000 നന്ദി. എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകം 37:5 മുതലുള്ള തിരുവചനങ്ങൾ അരുളി ചെയ്യുന്നു. ദൈവമായ കർത്താവ് ഈ അസ്ഥികളോട് അരുളി ചെയ്യുന്നു, ഇതാ ഞാൻ നിങ്ങളിൽ പ്രാണൻ നിവേശിപ്പിക്കും, നിങ്ങൾ ജീവിക്കും. ഞാൻ നിങ്ങളുടെ മേൽ ഞരമ്പുകൾ വച്ചു പിടിപ്പിക്കുകയും മാംസം വളർത്തുകയും ചർമ്മം പൊതിയുകയും നിങ്ങളിൽ പ്രാണൻ നിവേശിപ്പിക്കുകയും ചെയ്യും. നിങ്ങൾ ജീവൻ പ്രാപിക്കും. ഞാനാണ് കർത്താവെന്ന് നിങ്ങൾ അറിയും. ഉണങ്ങി വരണ്ട അസ്ഥികളിൽ കർത്താവിൻ്റെ നിശ്വസനം, അരൂപിയുടെ ആവാസം, അതുമൂലം പ്രാണൻ കടന്നു വരുന്ന അസ്ഥികളുടെ കാര്യമാണ് ഇവിടെ പറയുക. ഉടമ്പടി ജീവിതത്തിലൂടെ എങ്ങനെയാണ് ജീവിതത്തിൽ 17 വർഷമായിട്ട് തൻ്റെ ഒരു ആഗ്രഹമായിരുന്നു പുറത്തേക്ക് പോകണം, ജർമ്മനിയിലേക്ക് പോകണം എന്നുള്ളത്. പല പ്രാവശ്യം ട്രൈ ചെയ്തു. അതങ്ങനെ അങ്ങ് ഇനി ഒരിക്കലും നടക്കില്ല എന്നുള്ള ഒരവസ്ഥയിലേക്ക് അതിനെ അങ്ങ് മാറ്റി നിർത്തി. എന്നാൽ ഞരമ്പുകളിൽ അസ്ഥികളിൽ പ്രാണൻ നിവേശിപ്പിക്കുന്ന, ഞരമ്പും മാംസവും വച്ചുപിടിപ്പിക്കുന്ന ദൈവത്തിൻ്റെ പദ്ധതികൾ അത് മനുഷ്യൻ്റെ ചിന്തയ്ക്ക് അതീതമാണ്. എങ്ങനെയാണ് ഉണങ്ങി വരേണ്ട ആ ജീവിതം 17 വർഷമായിട്ട് താൻ ആഗ്രഹിക്കുന്നു, തനിക്ക് സാധിക്കാതിരുന്ന കാര്യം. ഇവിടെയാണ് സമയ ചുരുക്കം. അമ്മ എത്ര പെട്ടെന്നാണ് ഓരോ കാര്യങ്ങളിൽ അമ്മ ഇടപെടുക. 10 ദിവസം കൊണ്ട് വിസ വന്നു, തൻ്റെ കാര്യങ്ങളെല്ലാം ക്ലിയറായി. ഉടമ്പടി എടുത്തപ്പോഴേ കാര്യങ്ങൾ ക്ലിയറായി എന്നല്ല ഇവിടെ പറയുന്നത്. ഉടമ്പടി എടുത്തതിന് ശേഷവും അതിനു മുമ്പും ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുന്നുണ്ട്. ആ പ്രതിസന്ധികളൊക്കെ എങ്ങനെ തരണം ചെയ്തു എന്നുള്ളതാണ്. അങ്ങനെ ഇന്ന് സന്തോഷത്തോടെ ഇവിടെ വന്ന് നിന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ്. തനിക്ക് ഇത് ഉടമ്പടിയിലൂടെ മാത്രം കിട്ടിയതാണെന്നും അതുപോലെ ബോധ്യങ്ങൾ കിട്ടുന്നു. ഈ മകൾക്ക് ആ മകളുടെ തന്നെ
ഒരു ശീലമുണ്ടായിരുന്നത് പറഞ്ഞു. അതെന്ന് ഈ മകൾ അതൊക്കെ ചെയ്തുവെന്നും, എന്നാൽ അതൊക്കെ വിശുദ്ധ ഗ്രന്ഥം വായിക്കുമ്പോൾ തന്നിൽ അങ്ങനെ തോന്നിച്ചു, ഇത് നീ ചെയ്തതല്ല, ഇത് നീ ചെയ്യേണ്ടതല്ല എന്ന്. അപ്പോൾ ഇതൊക്കെ ഒരു അറിവാണ്, തിരിച്ചറിവാണ്. നമുക്കൊക്കെ അറിവുണ്ട്. തിരിച്ചറിവ് നമുക്കുണ്ടാകുമ്പോൾ അത് പരിശുദ്ധാത്മാവ് നമ്മിലേക്ക് വർഷിക്കുന്ന ദാനം തന്നെയാണ്. അങ്ങനെ ഈ മകൾ അത് വേണ്ടാന്ന് വെച്ചു. പിന്നീട് തൻ്റെ വിശുദ്ധ ഗ്രന്ഥ വായനയിലൂടെ തന്നെ തനിക്ക് ഒത്തിരിയേറെ കൃപകൾ ലഭിച്ചതായിട്ട് ഈശോയും അമ്മയും തന്നോട് സംസാരിക്കുന്നു. 2 പ്രാവശ്യമാണ് വചനം ഈ മകൾക്ക് വചനത്തിലൂടെ ഈശോ സംസാരിച്ചത്. അതെല്ലാം വ്യക്തമായിട്ട് നാം കേട്ടതാണ്. അതുപോലെ അമ്മയുടെ സുഗന്ധ അഭിഷേകം, അത് ഈ മകൾക്ക് അനുഭവപ്പെട്ടത് എങ്ങനെയാണ് താൻ താമസിച്ചിരുന്ന റൂമിൽ. അങ്ങനെയൊക്കെ ഇന്ന് ഉടമ്പടിയെടുത്ത ഓരോ മക്കളും മറ്റൊരു വാഗ്ദാന പേടകമായിട്ട് മാറുകയാണ്. അതുകൊണ്ട് തന്നെയാണ് സമയ ചുരുക്കമൊക്കെ അവരുടെ ജീവിതത്തിൽ സംഭവിക്കുക. അത് കൂദാശ ജീവിതത്തിലൂടെയും അതുപോലെ തന്നെ വ്യക്തിപരമായ തങ്ങളുടെ സ്വഭാവ പ്രത്യേകതകളിൽ വരുന്ന മാറ്റങ്ങളിലൂടെയും പുതിയ വാഗ്ദാന പേടകമായിട്ട് ഇന്ന് വ്യക്തികൾ മാറുമ്പോൾ അമ്മ, വാഗ്ദാന പേടകമായ അമ്മ, വചനം മാംസമാകുവാൻ തന്നെ സമർപ്പിച്ച അമ്മ നമ്മോടൊത്ത് വന്ന് വസിക്കും. ഈശോയും അമ്മയും നമ്മിൽ വസിക്കുമ്പോഴാണ് നമ്മിലെ ഉണങ്ങി വരേണ്ട അസ്ഥികൾ ജീവൻ പ്രാപിക്കുക. നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം.